ഡിഗ്രി പ്രിലിംസ് 2024 എന്ന നമ്മുടെ സീരീസിലെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. ഇതിനോടകം ചെയ്ത ഫസ്റ്റ് ക്ലാസ് കാണുവാൻ വേണ്ടി ഈ ഡിഗ്രി പ്രിലിംസ് 2024 പ്ലേലിസ്റ്റിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇതുവഴി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് PSC ഈ പറഞ്ഞ ഡിഗ്രി പ്രിലിംസ് 2024 പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പം എന്തായാലും എല്ലാവർക്കും രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസ് ഓഫ് ഇറ്റ്സ് ആൻഡ് ഇറ്റ്സ്. ഇറ്റ്സിന്റെയും ഇറ്റ്സിന്റെയും ശരിയായ ഉപയോഗം ഉള്ള സെന്റൻസ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇറ്റ്സും തമ്മിലുള്ള വ്യത്യാസം അല്ലെ. ഈ ഇറ്റ്സും ഈ പറയുന്ന ഇറ്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഈ ഇറ്റ്സ് എന്ന് പറയുന്നത് എന്താ? പൊസഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്, ഉടമസ്ഥതയെ സൂചിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിന്റെ എന്നർത്ഥം വരാൻ വേണ്ടി നമ്മൾ ഈ ഇറ്റ്സ് ഉപയോഗിക്കുന്നത്. ഈ ഇറ്റ് അപ്പോസ്ട്രഫി എസ് ഇട്ട് എന്ത് പറയും? ഇറ്റ് ഈസ് എന്നുള്ളതാണ്. എന്താണ്? ഇറ്റ് ഈസ് നമ്മൾ ഓർത്തില്ലേ? ഇറ്റ് ഈസ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് ഇറ്റ് അപ്പോസ്ട്രഫി എസ്. സാധാരണ നമ്മൾ അപ്പോസ്ട്രഫി എസ് ഇടുന്ന എപ്പോഴായിരിക്കും? ഇത്തരത്തിൽ ഉടമസ്ഥതയെ സൂചിപ്പിക്കാൻ വേണ്ടി. എന്നാൽ അതിന്റെ എന്നർത്ഥം വരുന്ന ഒരു വാക്കുണ്ട്, അതാണ് ഇറ്റ്സ്. അപ്പൊ അവിടെ പ്രത്യേകിച്ച് അപ്പോസ്ട്രഫി വേണ്ട. എന്നാൽ ഇവിടെ ഞാൻ അപ്പോസ്ട്രഫി ഇടുന്നതിന് വേണ്ടിയാണ്. അതുപോലെ ഇറ്റ് ഈസ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണിത്, അല്ലെങ്കിൽ വീക്ക് ഫോം ആണ്, നമ്മളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ്, മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇതുപോലെ അപ്പോസ്ട്രഫി ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇറ്റ് അപ്പോസ്ട്രഫി എസ് കണ്ടു കഴിഞ്ഞാൽ ഇതാണ്, ഇതാകുന്നു എന്നാണ് അർത്ഥം. ഇറ്റ്സ് എന്ന് വെച്ചാൽ ഇതിന്റെ അല്ലെങ്കിൽ അതിന്റെ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ടൈം ടു ഗോ ഹോം. ഇത് കറക്റ്റ് ആണ്, കാരണം വീട്ടിലേക്ക് പോകേണ്ട സമയമാണിത്, അല്ലെങ്കിൽ ആയി എന്നർത്ഥം. ഇത് ഓക്കെയാണ്. എന്നാൽ ഇറ്റ്സ് എ പ്ലഷർ ടു മീറ്റ് യു എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് എ പ്ലഷർ ടു മീറ്റ് യു. പക്ഷെ ഇവിടെ ഇറ്റ്സ് എന്ന് കൊടുത്തിരിക്കുന്നു, അത് തെറ്റാണ്. ഇനി ദ ക്യാറ്റ് ലിക്ക് ഇറ്റ്സ് പോ. ക്യാറ്റ് അതിന്റെ പോ ലിക്ക് ചെയ്തെന്ന് അർത്ഥമില്ല. അപ്പൊ അതിന്റെ എന്ന് പറഞ്ഞെങ്കിൽ ഈ ഇറ്റ് അപ്പോസ്ട്രഫി എസ് അല്ല വേണ്ടത്, ഈ ഇറ്റ്സ് ആണ് വേണ്ടത്. അപ്പൊ ഇതും തെറ്റാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ ദ ഡോഗ് വാഗ് ഇറ്റ്സ് ടെയിൽ ഹാപ്പിലി എന്ന് പറയുമ്പോൾ ഇറ്റ് അപ്പോസ്ട്രഫി എസ് അല്ല, പിന്നെ ഇറ്റ്സ് ആണ് വേണ്ടത്. ഇതും തെറ്റ്. അപ്പൊ ഈ സെന്റൻസിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എ എന്ന് പറയുന്ന ഓപ്ഷൻ. നോക്കുക, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ഇത്തരത്തിൽ PSC നമ്മൾ ഡിഗ്രി പ്രിലിംസിനെ പോകുമ്പോൾ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ പഠിച്ചു പോകും അല്ലേ. പക്ഷേ വളരെ ബേസിക് ആയിട്ടുള്ള, ഇത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ SCERT ബുക്കിലുള്ള 7th സ്റ്റാൻഡേർഡിലെ ഒരു ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അവിടെ ഇതിനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ചോദിച്ച് നമ്മളെ തെറ്റിക്കുന്ന പരിപാടി PSCക്കുണ്ട്, പ്രത്യേകിച്ച് ഇതുപോലെ ഡിഗ്രി പ്രിലിംസ് പോലെയുള്ള പരീക്ഷ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. വാട്ട് ഡസ് ദ വേർഡ് എഫീമറൽ? എഫീമറൽ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. എഫീമറൽ എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിംഗ് പഠിച്ചു വെക്കുക. EPHEMERAL. എഫീമറൽ. ഓക്കെ, എന്താണ് അർത്ഥം? എഫീമറൽ നൈമിഷികം എന്നർത്ഥമല്ല അല്ലേ. അപ്പൊ എന്തായിരിക്കും? ലാസ്റ്റിംഗ് ഫോർ എ വെരി ഷോർട്ട് ടൈം, അല്ലെങ്കിൽ ഫ്ലീറ്റിംഗ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഞാൻ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പെർമനന്റ് പറയാം, അല്ലെങ്കിൽ എൻറ്ററിങ് പറയാം. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എഫീമറൽ. സോറി, ഈ പറഞ്ഞ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. എഫീമറലിന്റെ ആൻസർ അർത്ഥമായിട്ട് നമുക്ക് പറയാൻ പറ്റുക ലാസ്റ്റിംഗ് ഫോർ എ വെരി ഷോർട്ട് ടൈം, അല്ലെങ്കിൽ ഫ്ലീ. ഇതാണ് കറക്റ്റ് ആൻസർ. നേരത്തെ നോക്കുക, ഇത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചൂസ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസ് ഓഫ് ഫാർദർ, ഫർദർ. ഫാർദറും ഫർദറും തമ്മിലുള്ള വ്യത്യാസം. ആദ്യം തന്നെ ഇതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഫാർദർ എന്ന് പറയുമ്പോൾ എന്താ? ദൂരെ, അകലെ എന്നൊക്കെയാണ് ഫാർദർ. എന്നാൽ ഫർദർ എന്ന് പറയുമ്പോൾ എന്തുവാ? ഭാവിയിൽ അല്ലേ, ഫ്യൂച്ചറിൽ എന്നർത്ഥത്തിലാണ് ഫർദർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഈ വാക്ക് ഫർദർ ദാൻ ഐ ഡിഡ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ നടന്നതിനേക്കാൾ കൂടുതൽ ദൂരം അവൻ നടന്നു എന്നാണ്. അപ്പൊ ഇവിടെ ഫർദർ അല്ല വരേണ്ടത്, ഫാർദർ ആയിരുന്നു വരേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ഇത് കറക്റ്റാ. ഹി വാക്ക് ഫാർദർ, ഇത് ശരിയാണ്. നോക്കാം, ഫാർദർ റിസർച്ച് നമ്മൾ പറയത്തില്ല, ഫർദർ റിസർച്ച് എന്നേ പറയത്തുള്ളൂ. ഭാവിയിലേക്കുള്ള ഇനിയുള്ള റിസർച്ച് നടത്തുന്നു. ഇത് തെറ്റ്. ഇവിടെ ഫർദർ എന്നായിരുന്നു വരേണ്ടത്. അതുപോലെ ഇവിടെയും ഫർദർ ആണ് വരേണ്ടത്, ഫാർദർ അല്ല. അപ്പം ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ.
ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വാട്ട് ഡസ് ദ വേർഡ് പെർസ്പിക്കാഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പെർസ്പിക്കാഷ്യസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്ലിയർ എന്നർത്ഥമില്ല, വ്യക്തമായത് എന്നർത്ഥം. വിവിഡ്, ക്ലിയർ എന്നൊക്കെയാണ് പെർസ്പിക്കാഷ്യസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഹാവിങ് എ കീൻ ഇൻസൈറ്റ് ഓർ അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ മെന്റലി ഷാർപ്പ്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. ഇപ്പൊ ഇത് വൺ വേർഡ് ആയിട്ട് ഇങ്ങനെ ആയിരിക്കും ചോദ്യം പരീക്ഷയ്ക്ക്. എന്താണ്? ഹാവിങ് എ കീൻ ഇൻസൈറ്റ് ഓർ അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ മെന്റലി ഷാർപ്പ്. അതാണ് പെർസ്പിക്കാഷ്യസ്. അടുത്തത് ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ശരിയായിട്ടുള്ള സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഉള്ള സെന്റൻസിനകത്ത് നോക്കാം. ദ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഈസ് ആണോ, അതോ ദ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആർ ആണോ, ദ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് വേർ ആണോ, അതോ ദ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഹാസ് ഗോയിങ് എന്നാണ്. നമ്മളൊരിക്കലും ഹാസ് ഗോയിങ് എന്ന് പറയത്തില്ല. ഹാസോ ഹാവോ എന്ന് കഴിഞ്ഞാൽ V3 ഫോമാണ് വരേണ്ടത്. ഇനി ING വരണമെങ്കിൽ നമ്മൾ ഹാസ് ബീനോ ഹാബീനോ വരണം. ഇത് തെറ്റാണ്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ദ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസും എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസും തമ്മിൽ വ്യത്യാസമാണ്. എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ പറയുമ്പോൾ അത് പ്ലൂറലായി മാറും. എന്നാൽ ദ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് പറയുമ്പോൾ അത് ധരിക്കും സിംഗുലറായി മാറും. ഓക്കെ, സിംഗുലർ ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ദ ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ സിംഗുലർ എഴുതാവും. ഇത് കറക്റ്റാണ്. എന്നാൽ ഇവിടെ ആർ വന്നു, ഇവിടെ വേറും വന്നു. ഇത് തെറ്റാണ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. വാട്ട് ഈസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർഡ് മൂട്ട് ഇൻ ദ സെന്റൻസ്? മൂട്ടിന് രണ്ടർത്ഥമാണുള്ളത്. MOOT, പൊതുവെ. ഡിബേറ്റബിൾ എന്നൊരർത്ഥമുണ്ട്. ഇത് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നത് ഇതിനർത്ഥം മൂട്ടിനുണ്ട്. പിന്നെ എന്താണ് മൂട്ട്? വേറൊരർത്ഥമുണ്ട്. ഇറലവൻറ്റ്, അപ്രസക്തമായത് എന്നൊരർത്ഥവും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ മൂട്ട് എന്ന് പറയുന്ന വേർഡ് ഏത് രീതിയിൽ വരണം? ഈ മൂട്ടായിട്ട് വരണമോ, ഈ മ്യൂട്ടായിട്ട് വരണമോ, ഈ ആണോ, ഈ? ഒരിക്കലും ഇത് രണ്ടും വരത്തില്ല. കാരണം ഈ മൂട്ട് ഫോംസ് അല്ല ഈ മ്യൂട്ടും ഈ മ്യൂട്ടിങ്. അപ്പൊ ഇനി മ്യൂട്ടഡ് ആണോ അതോ മൂട്ട് തന്നെയാണ്? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? The issue is dash because a decision has already been made. ഈ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇറലവൻ്റ് ആണ്, അപ്രസക്തമാണ്. കാരണം എന്താ? നമ്മൾ ഓൾറെഡി ഒരു തീരുമാനം എടുത്തതാണ് എന്നാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കണം വേണ്ടത്? മൂട്ട് തന്നെയാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. The issue is irrelevant, moot, because a decision has already been made. ഇത് വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ് എന്ന് പറയുന്ന പഠിക്കാനുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് ഇത്. ഇനി അടുത്തത്, ചൂസ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസ് ഓഫ് ലേ വിസ് ലൈ. ലേയും ലൈയും ഇവിടെ ശരിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം ലൈ, LI, ലൈ, അത് V1 ആയിട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് അർത്ഥം? കിടക്കുക എന്നൊരർത്ഥമുണ്ട്, കള്ളം പറയുക എന്നർത്ഥമുണ്ട് ലൈക്ക്. അതിന്റെ V2 V3 ഡിഫറൻ്റ് ആയിരിക്കും. അത് കിടക്കുക എന്നർത്ഥത്തിൽ ലൈ V1 വരികയാണെങ്കിൽ അതിന്റെ V2 V3 എന്തായിരിക്കും? ലെയിൻ എന്നായിരിക്കും. കിടക്കുക, അപ്പം കിടക്കുക, കിടന്നു, അതിന്റെ V3 ലെയിൻ. ഈ കള്ളം പറയുക എന്ന അർത്ഥത്തിൽ വരുമ്പോൾ ലൈഡ്. ഓക്കെ, ലൈഡ്. ഇനി ലേ എന്തായിട്ട് വരും? V1 ആയിട്ട് വരും. ലേ V1 ആയിട്ട് വരുമ്പോൾ അതിന്റെ V2 V3 എന്തായിരിക്കും? ലെയ്ഡ് എന്നായിരിക്കും. LAID. മനസ്സിലായോ? അപ്പം ലൈ എന്ന് പറയുന്ന V1 ഫോം രണ്ടർത്ഥത്തിൽ പറയാം. ഒന്ന് കിടക്കുക, ഒന്ന് അടുത്തത് കള്ളം പറയും. എന്നാൽ കിടക്കുക എന്ന അർത്ഥത്തിൽ V2 എന്തായിരിക്കും? ലേ ആയിരിക്കും. V3 ലെയിൻ ആയിരിക്കും. എന്നാൽ ലൈ എന്നുള്ള
കള്ളം പറയുക എന്ന അർത്ഥത്തിൽ വരുമ്പോൾ അതിന്റെ V2 ലൈഡ് ആയിരിക്കും, V3 ലൈഡ് ആയിരിക്കും. എന്നാൽ ലേ V1 ആയിട്ട് വരാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇടുക അല്ലെങ്കിൽ വെക്കുക എന്നൊക്കെ അർത്ഥത്തിൽ. അത് അതിന്റെ V2 V3 എന്തായിരിക്കും? ലൈഡ് എന്നായിരിക്കും. ഓക്കെ, ഇത്ര ഓക്കെ ആണല്ലോ. ഇവിടെ ഉദ്ദേശിക്കുന്നത് അവൾ ആ ബുക്ക് ടേബിളിൽ വെച്ചു എന്നിട്ട് പോയി കിടന്നു എന്ന അർത്ഥത്തിലാണ്. അപ്പൊ വെച്ചു എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് വരണം? ലേഡ് എന്ന് വരണം. ലേഡ് എന്ന് വരണം. ഈ കിടക്കുക എന്ന് കിടന്നു എന്ന അർത്ഥത്തിൽ ലേ വരണം. അപ്പം ലേഡ് ലേ എന്ന് വന്നിരിക്കുന്ന ഏതൊക്കെ? ഇവിടെ നോക്കാം, ലേ വന്നു. അതാണ് ലേ. പിന്നെ എന്താണ്? ലേസ് എന്നായിരുന്നെങ്കിൽ ശരിയായിരുന്നു. ലേ അപ്പൊ പ്ലൂറലായി. ഇവിടെ ലൈഡ്, ഈ ലേഡ് വെച്ചു, ലേ കിടന്നു. ഇവിടെ തെറ്റാണ്, തെറ്റാണ്. ഇത് ശരിയാണ്, പക്ഷെ ഇവിടെ ലൈഡ്, അവൻ കള്ളം പറഞ്ഞു എന്നായി, അവൾ കള്ളം പറഞ്ഞു എന്നായി. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക അതായിരിക്കും ഈ ബി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. He laid the book on the table and lay down to rest. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് പെർനീഷ്യസ്? പെർനീഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് ചോദിച്ചിരിക്കും. എന്താണ് പെർനീഷ്യസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ഹാംഫുൾ അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ ഡെഡ്ലി എന്നൊക്കെ അർത്ഥമില്ല. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ പെർനീഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിംഗ് പഠിച്ചു വെക്കുക. PERNICIOUS, പെർനീഷ്യസ്. ഇവിടെ ഹാംഫുൾ അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ ഡെഡ്ലി, ദോഷകരമായിട്ടുള്ളത്, അപകടകരമായിട്ടുള്ളത്, മാരകമായിട്ടുള്ളത് എന്നൊക്കെയാണ് പെർനീഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അടുത്ത ചോദ്യം, ചൂസ് ദ സെന്റൻസ് വിത്ത് കറക്റ്റ് യൂസ് ഓഫ് ഹൂ വിസ് ഹും. ഹൂമും ഇവിടെ ശരിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഹും ഡിഡ് യു ഗീവ് ദ ബുക്ക് ടു ആണോ, അതോ ഹും ഡിഡ് യു ഗീവ് ദ ബുക്ക് ടു? ഇവിടെ ടു ഇല്ല കേട്ടോ, ടു ഇല്ല. ഹും ഡിഡ് യു ഗീവ് ദ ബുക്ക് ആണോ, അതോ ഹു ഈസ് ഷീ ടോക്കിംഗ് ടു ആണോ, അതോ ഹും ഈസ് ഷീ ടോക്കിംഗ് ടു? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹും കഴിഞ്ഞിട്ട് പിന്നെ അവസാനം ടു എന്ന് പറഞ്ഞേക്കാളും നല്ലത് ടു ഹും എന്ന് പറഞ്ഞായിരിക്കും. ടു ഹും ഡിഡ് യു ഗീവ് ദ ബുക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഇവിടെ ടുവിന്റെ അഭാവമുണ്ട്. അപ്പൊ ടു ഹും ഡിഡ് യു ഗീവ് ദ ബുക്ക്, നമ്മളെപ്പോഴും ടു ഹും എന്നേ പറയാം. ഇത് രണ്ടും തെറ്റാണ്. അതേപോലെ ഹും ഈസ് ഷീ ടോക്കിംഗ് ടു എന്ന് പറയുമ്പോൾ ഈ ടു ഇപ്പുറത്ത് വരണമായിരുന്നു. അപ്പം കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഏതാ? ഹു ഈസ് ഷീ ടോക്കിംഗ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഹു ഈസ് ഷീ ടോക്കിംഗ് ടു ഇതാണ് ശരിയായിട്ടുള്ള. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സെന്റൻസ്. ശരിയായ സെന്റൻസ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എനിക്ക് വർഷങ്ങളായിട്ട് അവനെ അറിയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐ ഹാവ് ബീൻ നോയിങ് ഹിം ഫോർ ഇയേഴ്സ് ആണോ, ഐ ഹാവ് നോൺ ഹിം ഫോർ ഇയേഴ്സ് ആണോ, ഐ നോ ഹിം ഫോർ ഇയേഴ്സ് ആണോ, ഐ വാസ് നോയിങ് ഹിം ഫോർ ഇയേഴ്സ് ആണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് 4 ഇയേഴ്സ് അല്ലെങ്കിൽ സിൻസ് 4 ഒക്കെ വന്നു കഴിഞ്ഞാൽ തുടർന്ന് വരേണ്ട ഭാഗം എന്തായിരിക്കണം? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കണം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഏതാ? ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചില വെർബുകൾ നമ്മൾ കണ്ടിന്യൂസ് ഫോമിൽ എഴുതാറില്ല. ഉദാഹരണത്തിന് നോ. നോ എന്ന് പറയുന്ന വെർബ് നമ്മൾ ഒരിക്കലും കണ്ടിന്യൂസ് ഫോമിൽ എടുത്തില്ല. കണ്ടിന്യൂസ് ഫോമിലല്ല, കണ്ടിന്യൂസ് ടെൻസ് ഫോമിൽ എടുത്തില്ല. നോയിങ് എന്ന് പറയും, പക്ഷെ ടെൻസ് ഫോം വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നോയിങ് എന്ന് പറയത്തില്ല. ഒരു ഫ്രേസിൽ നമുക്ക് നോയിങ് എന്ന് പറയാം, നോയിങ് ദാറ്റ് എന്ന് പറയും. എന്നാൽ സഹായക്രിയ വന്നതിന് ശേഷം ഇവിടെ ഹാഡ് ബീൻ എന്ന സഹായക്രിയ, അതിനുശേഷം നമ്മൾ ഒരിക്കലും ING എഴുതാൻ പാടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് എഴുതാവും? അതിന്റെ V3 ഫോം എഴുതാം, നോൺ. അപ്പോൾ ഇവിടെ ഐ ഹാവ് ബീൻ നോൺ എന്ന് പറയത്തില്ല, ഐ ഹാവ് നോൺ. ഐ ഹാവ് ബീൻ നോൺ എന്നാകുമ്പോൾ അത് പാസീവായി മാറും. എനിക്കാണ് അറിയാവുന്നത്, അപ്പൊ ഞാനാണ് സബ്ജക്റ്റ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക എന്തായിരിക്കും? ഐ ഹാവ് നോൺ എന്ന് പറയുന്നത്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത്. തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഇതിനോടകം ചെയ്ത ക്ലാസ് കാണാൻ വേണ്ടി താഴെ ഈ സീരീസിന്റെ പ്ലേലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി നമ്മൾ ഓൺലൈൻ കോഴ്സ് നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷാണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.